സുധാകരന്റെ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. മുൻ KPCC അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞു, നേതാക്കളാണ് പാർട്ടിക്കകത്ത് അനൈക്യം ഉണ്ടാക്കുന്നതെന്നാണ് മുൻ KPCC പ്രസിഡന്റായ കെ സുധാകരൻ പറഞ്ഞത്. അനൈക്യം പറഞ്ഞ് ശരിയാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാം, ഇല്ലെങ്കിൽ വെള്ളത്തിലാകും. തന്റെ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചെന്നും പറയേണ്ടത് മുഖം നോക്കി പറഞ്ഞിട്ടുണ്ട് എന്നും സുധാകരൻ ഡൽഹിയിൽ പറഞ്ഞു. കേരളത്തിൽ നവംബർ 1 മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ KPCCയുടെ തീരുമാനം. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും AICC നേതൃത്വം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായി നേരിടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. മുന്നൊരുക്കങ്ങളിൽ AICC നേതൃത്വം സംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം അറിയിക്കേണ്ട അതിർത്തിയെല്ലാം നേരെ മുഖം നോക്കിയിട്ട് തന്നെ നമ്മളങ്ങ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ അടിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യമുണ്ടാക്കുന്നവർ. ആ അനൈക്യമുണ്ടാക്കുന്നത് നിർത്തിയാൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചു വരാൻ പറ്റും, ഇല്ലേ നമ്മൾ വെള്ളത്തിലിറങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങ് ഇറങ്ങി വന്നത്. നിശ്ചയമായും എല്ലാവർക്കും അത് ബോധ്യമുണ്ട്. PR അരവിന്ദ് ഉണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. PR അരവിന്ദ്, നേതാക്കൾക്കെതിരെ പരസ്യമായിട്ട് തന്നെയാണ് മുൻ KPCC അധ്യക്ഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അനൈക്യമുണ്ട്, അതുണ്ടാകുന്നുണ്ട്, പാർട്ടിക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം കൂടുതലായി ഡൽഹിയിൽ പറഞ്ഞത്? മറ്റു വിവരങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഓരോ നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ചയിൽ കടുത്ത അതിർത്തിയാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കളടക്കം ചൂണ്ടിക്കാണിച്ചത്. അതുതന്നെയാണ് മുൻ KPCC പ്രസിഡന്റ് ഈ യോഗത്തിന് ശേഷം പുറത്തിറങ്ങി വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം അതിർത്തി ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് കെ സുധാകരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പറയേണ്ടത് മുഖം നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. അനൈക്യം അത് ചില പാർട്ടിയിലെ നേതാക്കളാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യം ഉണ്ടാക്കുന്നു എന്ന കടുത്ത വിമർശനമാണ് കെ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അനൈക്യം പറഞ്ഞ് ശരിയാക്കിയാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ പരാജയം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. അനുകൂല നടപടി AICC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കൂടി കെ സുധാകരൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ്. നേരത്തെ ഈ യോഗവുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. പ്രധാനമായും KPCC പ്രസിഡന്റിന്റെ പ്രവർത്തന ശൈലിയിലടക്കം കടുത്ത അമർഷമാണ് മുതിർന്ന നേതാക്കളടക്കം ചൂണ്ടിക്കാണിച്ചത്. കൂടിയാലോചനകൾ നടത്തുന്നില്ല, കാരണം ഒരു തീരുമാനം സ്വന്തം നിലയിൽ KPCC പ്രസിഡന്റ് എടുക്കുന്നു, അത് മുതിർന്ന നേതാക്കൾ അറിയുന്നത് മാധ്യമങ്ങളടക്കം വഴിയെന്നുള്ള വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത്. അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതിയും അതുപോലെ തന്നെ KPCC യോഗങ്ങളും കൃത്യമായി നടത്തുന്നില്ല, KPCC സെക്രട്ടറിമാരെ ഇതുവരെ തീരുമാനിക്കാൻ സാധിച്ചില്ല. അങ്ങനെ KPCC നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉയരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ കൃത്യമായ ആശയവിനിമയം നടത്തുന്നില്ല എന്ന വിമർശനം കൂടി നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ ചില വിമർശനങ്ങൾ അല്ലാതെ ഉയർന്നു വന്നത് വയനാട് അടക്കം പുതിയ DCC അധ്യക്ഷനെ നിയമിക്കുന്നതിന് മുമ്പ് കൂടിയാലോചനകൾ നടന്നിട്ടില്ല. ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ 5 അക്ക വോട്ടിന് തോറ്റവരെ ജനറൽ സെക്രട്ടറിമാരാക്കിയെന്നുള്ള വിമർശനം കൂടിയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരുമിച്ച് നീങ്ങണമെന്ന വിമർശനം, അല്ലെങ്കിൽ ഒരുമിച്ച് നീങ്ങിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള ഒരു ആശയക്കുഴപ്പം കൂടി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള നിർദ്ദേശം ഇതിനോടൊപ്പം തന്നെ AICC നേതൃത്വം നൽകി കഴിഞ്ഞു. ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോകണം. അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാനം തയ്യാറാക്കിയ പ്ലാനിൽ ചില മാറ്റങ്ങൾ അടക്കം AICC നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ പുതിയ പദ്ധതികൾ, തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്നതാണ് AICC നേതൃത്വം നൽകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അതേസമയം സംസ്ഥാനത്ത് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നേരിടുക, അതുമായി ബന്ധപ്പെട്ട പദ്ധതികളടക്കം KPCC നേതൃത്വം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.